എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ സൈനിങ് ആയ യുവാൻ റോഡ്രിഗസിനെ പറ്റിയാണ്. ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സെൻറ്റർ ബാക്കിനെ ടീമിൽ എത്തിച്ചിരിക്കുന്നത് മിലോസ് ടുൻസിച്ചിന് പകരക്കാരനായിട്ടാണ്. താരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്പാനിഷ് സെൻറ്റർ ബാക്കാണ്. 30 വയസ്സാണ് താരത്തിൻ്റെ പ്രായം. അപ്പോൾ 185 സെൻറ്റിമീറ്ററാണ് താരത്തിൻ്റെ ഉയരം. അതായത് നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ളൊരു പ്ലെയറാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 സീസണുകളിലായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും കൂടുതൽ കഴിഞ്ഞ സീസണിലായിരുന്നു മിഗയൽ സ്റ്റാർഡൻഡറിൽ. അടിക്കുന്ന ഗോളുകളെക്കാൾ കൂടുതൽ ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ടീമിൽ എത്തിച്ചിരിക്കുന്നത്. താരത്തെ പറ്റി നോക്കുകയാണെങ്കിൽ സ്പെയിനിലാണ് താരം ഇതുവരെ കളിച്ചിട്ടുള്ളത്. സ്പെയിൻ്റെ പുറത്തൊരു ക്ലബ്ബിലും താരം ഇതുവരെ കളിച്ചിട്ടില്ല. സ്പോർട്ടിംഗ് ജിയോൺ ജിംനാസ്റ്റിക് എന്ന വമ്പൻ ക്ലബ്ബുകളിലൂടെ പന്ത് തട്ടിയ താരമാണ്. സ്പോർട്ടിംഗ് ജിയോണിൻ്റെ ഒരു അക്കാഡമിക് പ്രൊഡക്റ്റാണ് താരം. അവസാനമായി കളിച്ചത് സ്പാനിഷ് 3rd ടയർ ക്ലബ്ബായ CD ലുഗോയ്ക്ക് വേണ്ടിയാണ്. അവിടെ താരം 79 മത്സരങ്ങൾ കളിച്ച താരം 3 അസിസ്റ്റും 3 ഗോളുകളും കണ്ടെത്തിയിട്ടുണ്ട്. താരത്തിൻ്റെ ഓൾ കരിയർ സ്റ്റാറ്റ് എടുക്കുകയാണെങ്കിൽ 245 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളും 4 അസിസ്റ്റുമാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കണ്ടിട്ടും അദ്ദേഹം ഇതിനു മുമ്പ് കളിച്ച കുറേ മാച്ചുകളുടെ വീഡിയോ കണ്ടിട്ടുമാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു സെൻറ്റർ ബാക്കാണ്. അപ്പം ഗോളുകൾ വഴങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി. അതിന് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് തോന്നിയ അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് തന്നെയാണ്. ഇപ്പോൾ ഓപ്പോണൻറ്റ് ടീം കൗണ്ടർ അറ്റാക്ക് നടത്തുമ്പോഴായാലും ഒരു ബിൽഡപ്പ് ചെയ്യുമ്പോഴായാലും ഡിഫൻസിൽ നല്ലൊരു പൊസിഷനിങ് ചെയ്യുന്നതായിട്ട് ഈ താരത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് ഓപ്പോണൻറ്റ് ടീം ബിൽഡപ്പ് ചെയ്യുമ്പോൾ അവരുടെ പാസിംഗ് ലൈൻ കട്ട് ചെയ്ത് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട്. ആ ഒരു പൊസിഷനിങ് അദ്ദേഹത്തെ ഡിഫെൻഡിങ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ എടുത്ത് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഏരിയൽ എബിലിറ്റി തന്നെയാണ്. 185 സെൻറ്റിമീറ്റർ ഉയരമുള്ളൊരു താരമാണ്. നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് അദ്ദേഹത്തിന്. അത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെറ്റ് പീസ് സിറ്റുവേഷനിലാണെങ്കിലും ഓപ്പോണൻറ്റ് ടീം ലോങ് ബോൾ കളിക്കുമ്പോഴായാലും അദ്ദേഹം ഇതിലേക്ക് കയറി വന്ന ഒരു ബോൾ ക്ലിയർ ചെയ്യുന്നത് പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം തൻ്റെ ഹൈറ്റ് കൊണ്ട് സ്വന്തം ടീമിൻ്റെ ഗോൾ സ്കോറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് പലവട്ടം നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. അദ്ദേഹം സ്കോർ ചെയ്തത് 2 ഗോൾ ഹെഡർ ഗോളുകളായിരുന്നു. ബാഴ്സലോണയ്ക്കെതിരെ അദ്ദേഹം ഒരു ഹെഡർ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഹൈറ്റ് നല്ല കൃത്യമായി യൂസ് ചെയ്യുന്നൊരു താരമാണ് യുവാൻ. പിന്നീട് നമ്മൾ നോട്ടീസ് ചെയ്ത കാര്യം അദ്ദേഹത്തിൻ്റെ സ്പീഡ് ആൻഡ് അഗ്രസീവ്നെസ് ആണ്. നമ്മൾ മിലോസി മിസ് ചെയ്തൊരു ഫാക്ടറാണ് സ്പീഡ്. എന്നാൽ യുവാനിൽ നമ്മളതൊരിക്കലും മിസ് ചെയ്യാൻ പോകുന്നില്ല. നല്ല സ്പീഡിൽ തന്നെ കളിക്കുന്ന ഒരു പ്ലെയറാണ് യുവാൻ റോഡ്രിഗസ്. തന്നെ അഗ്രസീവായിട്ട് നല്ല ഡിഫെൻഡ് ചെയ്യുന്ന താരമാണ്. ഒപ്പണൻ്റ് അദ്ദേഹത്തെ ഒന്ന് ഡ്രിബിൾ ചെയ്ത് കയറിപ്പോയാൽ തന്നെ അദ്ദേഹം നല്ല അഗ്രസീവായി സ്പീഡ് ചെന്ന് ആ ഒരു ബോൾ റിക്കവർ ചെയ്യുന്നത് നമ്മൾ പലവട്ടം കണ്ടു. അത് ടീമിന് ഒരുപാട് ഗുണം ചെയ്യും. പിന്നീട് ഒരു ക്വാളിറ്റിയായി തോന്നിയത് അദ്ദേഹത്തിൻ്റെ പാസിങ് തന്നെയാണ്. അദ്ദേഹം ഒരു സ്പാനിഷ് പ്ലെയറാണ്. നമ്മളെല്ലാ സ്പാനിഷ് പ്ലെയറിലും കണ്ടുവരുന്നൊരു ക്വാളിറ്റി തന്നെയാണ് പാസിങ്. നമ്മുടെ ഇന്ത്യൻ സെൻറ്റർ ബാക്കുകളിലായാലും കഴിഞ്ഞ സീസണിലുള്ള ഫോറിൻ സെൻറ്റർ ബാക്ക് മിലോസിലായാലും ലഗത്തോറിലായാലും നമ്മൾ മിസ് ചെയ്യുന്നത് തന്നെയാണ് ബാക്കിൽ നിന്നൊരു ബിൽഡപ്പ്. പാസിങ് കളിച്ച് മുൻപിലേക്ക് ബോൾ എത്തിക്കുക എന്നുള്ളത് ഇവരിൽ നിന്ന് നമ്മൾ പലപ്പോഴും മിസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ യുവാൻ്റെ വീഡിയോ പലത് കണ്ടപ്പോഴും അദ്ദേഹം ബോളുമായിട്ട് ഭയങ്കര കംഫർട്ടാണ്. ഒപ്പോണൻറ്റ് ടീമിൻ്റെ മിഡ്ഫീൽഡ് ലൈനെ ബ്രേക്ക് ചെയ്തായാലും വിങ്ങിലൂടെ ആയാലും സ്വന്തം ടീമിലെ പ്ലെയേഴ്സിന് നല്ല രീതിയിൽ ബോൾ എത്തിക്കാൻ കഴിവുള്ളൊരു പ്ലെയറായിട്ട് തോന്നി. ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം മിഡ്ഫീൽഡിൽ വെച്ചൊരു ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത് മുൻപിലേക്ക് നല്ലൊരു ത്രൂ ബോൾ കളിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ടീമേറ്റ് അത് ഇങ്ങോട്ട് ഓടിക്കയറി ബോളിലേക്ക് ചാർജ് ചെയ്തൊരു ഫൗൾ കമ്മിറ്റ് ചെയ്തൊരു പെനാൽറ്റി വിൻ ചെയ്യുന്നതും കണ്ടിരുന്നു. പിന്നീട് അദ്ദേഹത്തിൽ പറയേണ്ട അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റാലിറ്റി തന്നെയാണ്. അദ്ദേഹം ഒരു സെൻറ്റർ ബാക്ക് ആണെങ്കിൽ പോലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും അദ്ദേഹം പല മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട്. കൂടാതെ ലെഫ്റ്റ് ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും അദ്ദേഹം കളിച്ച പല മത്സരങ്ങളുമുണ്ട്. റൈറ്റ് ബാക്കായി അദ്ദേഹം ഏകദേശം 4 മത്സരങ്ങളും ലെഫ്റ്റ് ബാക്കായി 1 മത്സരമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. സെൻറ്റർ ബാക്കിന് പുറമെ ഇപ്പോൾ ടീമിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു മിഡ്ഫീൽഡറായിട്ടും ഇദ്ദേഹത്തെ ഉപയോഗിക്കാം. സോ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പല വീഡിയോസ് കണ്ടപ്പോഴും നമുക്ക് നോട്ട് ചെയ്യാൻ സാധിച്ചത്. എന്തായാലും താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.